ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കുറേ പേര് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഒരു വ്ളോഗ് ചെയ്യാവോ, ഒരു വീഡിയോ ചെയ്യാവോ എന്ന്. കുറെ പേരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറേ ദിവസമല്ല കുറെ കാലങ്ങളായി വ്ളോഗൊന്നും ചെയ്യാത്ത. അപ്പൊ വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമല്ലായിട്ടല്ല, തീരെ സമയം കിട്ടുന്നില്ല. വേറൊന്നും കൊണ്ടില്ല, സമയമുണ്ട്, എന്നാലും ഞങ്ങൾക്ക് സമയമില്ല. എനിക്ക് സമയമില്ല, എനിക്ക് വർക്ക് പിന്നെ ക്ലാസ്സും കാര്യങ്ങളും പിന്നെ ലിയോട്ടിന്റെ അതുകൊണ്ടൊക്കെയാണ് വ്ളോഗ് ചെയ്യാത്തത്. അച്ഛാ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വീഡിയോ എടുക്കും. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടന്റും വേണമല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഞങ്ങളെ ലിയൂട്ടന്റെ ഒന്നാമത്തെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ ഒരു വീഡിയോ കുറെ കാലത്തിന് ശേഷം ആ ഒരു വീഡിയോ നമുക്ക് ഇടാണ്. അപ്പൊ പെങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗ് ചെയ്തിട്ടായിരുന്നു എന്നൊക്കെ. കല്യാണത്തിന് സത്യം പറഞ്ഞാൽ ഫോണൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല. ഞങ്ങൾ വിചാരിച്ച പോലെ ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഒരു തിരക്കിലായിരുന്നു. സ്വന്തം വീട്ടിലെ പരിപാടിയാകുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി മുന്നോട്ടേക്ക് ഇനി ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റില്ല. എല്ലാ വീഡിയോയിലും ചെയ്യുമെന്ന് പറയും, പക്ഷെ ചെയ്യലില്ല. മുന്നോട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. കമന്റ് ഒക്കെ ഇടണം കേട്ടോ, കമന്റ് ഒക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. അപ്പം ഈ കുഞ്ഞിന്റെ പിറന്നാൾ നമ്മൾ ഇവിടെ നിന്നല്ല, ഈ പ്രാവശ്യം പരിപാടി വീട്ടിൽ നിന്നല്ല, ഞങ്ങൾ ഇവിടെ അടുത്തുള്ള നെല്ലിയാടി കടവ് റെസ്റ്റോറൻറ്റ് ചെറിയൊരു ബാങ്കറ്റ് ഹാളുണ്ട്, അവിടെ നിന്നാണ് നടത്തുന്നത്. അപ്പോൾ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യും, ഭക്ഷണം കഴിക്കും. ചെറിയൊരു പരിപാടി, കുറച്ച് അടുത്ത ഫ്രണ്ട്സും ക്ലോസ് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് കുഞ്ഞു പരിപാടി അല്ലേ. അതെ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കാണണം. ലീവൂട്ടനെ ഞങ്ങൾ കാണിക്കാം. ഇത് ഞങ്ങൾ ലീവൂട്ടർ കാണിച്ചത്. ഞങ്ങൾ ആരും റെഡി ആയിട്ടൊന്നുമില്ല. രാവിലെ കഴിഞ്ഞിട്ടോ. അപ്പൊ ആരും റെഡി ആയിട്ടൊന്നുമില്ല, ഡ്രസ്സൊക്കെ മാറാനുണ്ട്, ലീവൂട്ടന പൊടിപ്പിക്കാനുണ്ട്. ഹായ് പറ ലീവൂട്ട. ഹായ് ഹായ്. ഇവിടെ ആണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാലില്ലേ, ഡ്രസ്സൊക്കെ ഇട്ടാൽ നിക്കോ ഫോട്ടോ സമയക്കും ഒന്നും അറിയില്ല. ഇപ്പൊ നാട്ടിൽ നല്ല ചൂടാണ്. ക്ലാപ്പ് ചെയ്തെടുക്ക്, ക്ലാപ്പ് ചെയ്തെടുക്ക്, ക്ലാപ്പ് ചെയ്യ് ലീവൂട്ട, ക്ലാപ്പ് ചെയ്യ്. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് ഹായ്. ആ ഫ്ലൈയിങ് കിസ് ആയിരുന്നു. ആ ഹായ് ഹായ്. ക്ലാപ്പ് ക്ലാപ്പ് ഫ്ലൈയിങ് കിസ് ഇട്ടോ. ക്ലാപ്പ് ചെയ്തെടുക്ക്, ക്ലാപ്പ്. അപ്പൊ ആരോടെങ്കിലും പറഞ്ഞാൽ ഇവൻ ചെയ്യൂല. മാത്രമുള്ള സമയത്ത് പറയുന്നൊക്കെ ചെയ്യും, ആരെങ്കിലും മുന്നിൽ ചെയ്യുമ്പോ അതാ ക്ലാപ്പ് ചെയ്യുന്ന. അപ്പൊ വീഡിയോ എല്ലാരും മുഴുവൻ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഹലോ, കുളിക്കത്തില്ലേ? കുളിക്കാൻ പോവാ. അവന് അച്ചാച്ചന്റെ അടുത്ത് കൊടുത്തിട്ട് ഇവൻ ഏകദേശം ഫുൾ ടൈമും അച്ചാച്ചന്റെ അടുത്ത് അമ്മച്ചന്റെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ. ഇവന് അച്ചാച്ചനും അമ്മച്ചനും മതി, അച്ഛനും അമ്മയും വേണ്ട. ലീവൂട്ടാ മാള് ഒഞ്ഞിന്ന് എടുക്കാൻ നോക്ക്. വാ വാ, ഞാൻ കാണിച്ചു തരാം. വാ വാ, അമ്മത്ത് വാ, അമ്മത്ത് വാ, അമ്മത്ത് വാ. വീഡിയോക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ വാ വാ വാ. അവന് മനസ്സിലായിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. നല്ല കനം. ഇതാണ് ഞങ്ങളുടെ ഡിഫോൾട്ട് ലുക്ക്. ഞാൻ പോയി കുളിക്കട്ടെ. എന്നാ പിന്നെ പുറപ്പെട്ടിട്ട് കാണാം. അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ്. ഇത് ഞാൻ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും ഗ്രീൻ കളറാണ്. ഏട്ടൻ്റെ ഡ്രസ്സ് ഇതാ ഇപ്പം അൾട്ടർ ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അതിന് വേണ്ടി ഞാൻ പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ലിയോട്ടിൻ്റെ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു അന്ന് വാങ്ങിയിട്ട് വണ്ടിയിൽ തന്നെയാണുള്ളത്. നമ്മളാകുമ്പോൾ ഇട്ട് നോക്കില്ല, അവന് ഇട്ട് നോക്കാൻ അറിയാത്തതുകൊണ്ട് ഇപ്പോൾ വണ്ടിയിൽ തന്നെയാണുള്ളത്. ഇപ്പം അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കണം. പിന്നെ ഞാൻ വേഗം കുളിച്ച് പുറപ്പെട്ടെ കേട്ടോ. ബൈ. അമ്മേ, അങ്ങനെ കുറച്ച് ഓട്ടത്തിലൊക്കെയാണ് ഞാൻ. ഒന്ന് ഈ പരിപാടി നടക്കുന്ന ചെറിയൊരു ഹാളിലാന്ന് പറഞ്ഞില്ല, അവിടെ ഒന്ന് സ്റ്റേജ് ഡെക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പോയി നോക്കി സെറ്റാക്കി വന്നു. നമ്മുടെ ഡ്രസ്സ് പച്ച ഞാൻ പറഞ്ഞേനെ, നമ്മളിന്ന് ഫുൾ പച്ചയാണ്. ലീവൂട്ടൻ താഴെ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഉറക്കം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എണീക്കുമ്പോഴേക്കും നല്ല മൂഡായിരിക്കും എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പം ചൂടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ സ്യൂട്ട് ആണ് അവന്റെ ഡ്രസ്സ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഉള്ളിൽ ചൂടുള്ളതുകൊണ്ട് അവൻ അല്ലെങ്കിൽ തന്നെ പൊതുവെ കുറച്ച് ചൂടധികം. അപ്പൊ എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. അപ്പൊ അത് കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കും. നമ്മുടെ മൂഡ് ശരിയായാൽ ഫോട്ടോസൊക്കെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മളിവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് പോവാം. ഓക്കെ, ഞാൻ പോയി ചായ കുടിക്കട്ടെ. ചായ കുടിച്ചില്ല. ഇവക്ക് പുറപ്പെടണമെങ്കിൽ 10,000 മിറ. ഒന്ന് ഇത്,
ഒന്നത് ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇടയ്ക്ക് ഇങ്ങോട്ട്. അതെന്താന്ന് ഞാൻ പറയാം. ഈ മിററാകുമ്പോ അടുത്ത് വന്ന് നിക്കാം. കണ്ണെഴുതുമ്പോ നമുക്ക് അടുത്ത് നിൽക്കണല്ലോ. ഇവർക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മിററാകുമ്പോ എനിക്ക് കുറച്ച് തടി തോന്നലുണ്ട്, അതിലാകുമ്പോ കുറച്ച് മെലിഞ്ഞിട്ട് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ അതിലത് അടിച്ചിട്ട് പിന്നെ അതിലാകുമ്പോ ഇതാണ് ഇവളെ പണിയായുധങ്ങള്. അതിലാകുമ്പോ നല്ല ലൈറ്റ് ഉണ്ടാവും, ഇതില് ലൈറ്റ് കുറവ്. ഇതിൽ ഇത്രയും ലൈറ്റ് പോരാന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂബും കൂടി ഫിറ്റ് ചെയ്യിപ്പിച്ചു. അലമാരന്റെ ബാക്കില് ഇതാ ഒരാളെ ഇതാ പുറപ്പെടിച്ചോണ്ടിരിക്കാണ്. ഇതാ ബർത്ത്ഡേ ബോയ് ലീവിട്ടാ. ഹായ് പറ, ഹായ് ഹായ് പറ, ഹായ് 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 ഹായ്. ഇവനിപ്പോ നല്ല ഉറക്കം കഴിഞ്ഞിട്ട് ഇനി ഇവൻ ഓണായി. ഇനി പാപ്പ തിന്നണോ? ഞങ്ങൾക്ക് അപ്പാപ്പൻ തിന്നണം, കേക്ക് മുറിക്കണം, പഴം കൊടുത്തിട്ട്. പഴമല്ല ഇറങ്ങല്ലേ കൂട്ടാൻ കാറടല്ലേ കൂട്ടാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ് അല്ലേ. യൂട്ടിന് ഇതിന്റെ മേലെ ഒരു കോട്ടും കൂടെ ഇടാനുണ്ട്. അപ്പൊ ഇപ്പൊ ചൂടായോണ്ട് അവിടെ എത്തിയിട്ട് ഇടാന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. ടാറ്റ കൊടുക്ക്, ടാറ്റ ടാറ്റ കൊടുക്ക് ലീവട്ടാ. അപ്പൊ ഞങ്ങള് ഹാളിൽ എത്തിയിട്ടുണ്ട്. സൈഡിൽ ചെറിയൊരു പുഴയുണ്ട്, കാണുന്നുണ്ടോ? നെല്ലിയാടി പുഴേന്റെ അടുത്താണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര നല്ലതല്ല. ഭയങ്കര വെയില്. ഇവനാണെങ്കിൽ നല്ലോണം നിൽക്കുന്നില്ല, ചൂടുകൊണ്ട് ബലൂൺ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ പുറത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് പോവാണ്. ഇതപ്പോഴത്തെ അനിയന്മാരാട്ടോ, അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കൾ. ഇവിടെ ഒരാൾ ക്ഷീണം കൊണ്ട് കോട്ടെല്ലാം അയച്ച് റിലാക്സ് ചെയ്യാം. ലീവട്ടാ ലീവട്ടാ, ഇതെന്ത് ബൈക്ക് കണ്ട സന്തോഷം. ഈ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ബൈക്കുമ്മല്ല, ഞാൻ എൻ്റെ ഒക്കെ ബൈക്കുമ്മ കയറി കുത്തനിട്ട് ഇറങ്ങൂല. അപ്പത്ത് കാണുന്ന ഫുള്ള് ലീവട്ടിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഇത് ലീവട്ടിൻ്റെ അമ്മയാണ്. ഇതാണ് നമ്മളെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞ പോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാം സ്റ്റേജും ഡെക്കറൊക്കെ നന്നായിട്ട് പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട്. നന്ദിയിൽ ലിയ ഇവൻസ് എന്നാണ് നമ്മൾ ഇപ്പോൾ അധികം കല്യാണത്തിനൊക്കെ എടുത്തത്. അവർ തന്നെയാണ്, കസിനാണ് എൻ്റെ. അപ്പോൾ അവർ ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റേജ് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഡെക്കറും കാര്യങ്ങളും സ്റ്റേജെല്ലാം ഓക്കെയാണ്. നമുക്ക് ആകെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ച കേക്ക്, കൊടുത്ത കേക്ക് കുറച്ച് സിമ്പിളായിട്ട് പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. ഞങ്ങൾക്ക് വന്നത് ഗ്രീൻ കളറാ കേക്ക് പറഞ്ഞാൽ, നമുക്ക് വന്നത് യെല്ലോ കളറ്. അത് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ അവരുടെ അടുത്ത് ഇന്നലെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതാ, പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല. പിന്നെ നെയിം ചെയ്തതും കേക്കിൽ ചെയ്തതും ഒന്നും ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല, അതൊക്കെ മാറിയിട്ടാണ് വന്നത്. എന്തായാലും അവരുടെ അടുത്ത് പറയും ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ച് കൊടുത്ത ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞെടുത്താൽ സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ അത്രയൊക്കെയാണ്. ഇനിയിപ്പം ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെ ലീവട്ടൻ്റെ നെയിം ബോർഡ് കാണിക്കട്ടെ. ലീവട്ടൻ ഞങ്ങളെന്ന് വെച്ചാൽ ഒന്നാമത്തത് 2-3 ദിവസം മുന്നെയാണ് ബാംഗ്ലൂരിൽ വന്നത്. അപ്പോൾ പ്ലാൻഡ് ആയിട്ട് ചെയ്യാനുള്ളൊരു ടൈമില്ലായിരുന്നു. പിന്നെ ഒരു പ്രീ ഷൂട്ട് ചെയ്തിട്ടില്ല. വിചാരിച്ച പോലെയൊക്കെ നടന്നിട്ടുണ്ട്. ഷൂട്ടായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ ഒരു ബർത്ത്ഡേ പ്രീ ഷൂട്ട്
നിങ്ങളെന്താ ലേറ്റ് ആയി പോയി വരാൻ? ഇതാണ് അശ്വതി. അവള് ചോദിച്ചു വ്ളോഗില്ലേന്ന്. അവളെ കണ്ടിട്ടില്ലല്ലേ? ഒന്ന് കണ്ടോട്ടെ അശ്വതി. ഞാൻ നിർബന്ധിച്ചിട്ടാ എല്ലാവരും ഒന്ന് കാണിച്ചെടുക്ക്. ഇങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഫോട്ടോഗ്രാഫർ പറഞ്ഞ് വേറൊരു ഡ്രസ്സിലൊരു ഫോട്ടോ എടുക്കാണ്. മറ്റേ ഡ്രസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് രണ്ടായിരിക്കും എന്താ കുറവ്? എന്താ തലയിരിക്കുന്നത്? ഹായ് പറഞ്ഞല്ലോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരാണ്. ഞങ്ങളുടെ നാട്ടിലെ മെയിൻ കൊറിയോഗ്രാഫറാണ്. തമാശ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് അടിപൊളി കൊറിയോഗ്രാഫറാണ് അല്ലേ? എല്ലാ ഡാൻസ് എടുക്കും നിങ്ങൾ? മാളോ എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും അവസാനം കുറച്ച് ആൾക്കാരും കൂടി ഭക്ഷണം കഴിക്കാനുള്ള ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. വേണ്ട വേണ്ട വേണ്ട. എന്താ പറയാനുള്ള ഭക്ഷണം എങ്ങനെയുണ്ട്? ആ പറ. നല്ല നല്ല ഭക്ഷണം. എവിനെ ഭക്ഷണം ഉണ്ട്? ഓഡിറ്റോറിയത്തിന്റെ പ്രൊമോഷനാണ്. ആ പറ, ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്ന പറഞ്ഞേ? കേട്ടില്ല. കുട്ടാപ്പേട്ടാ, ഇവിടുത്തെ സ്റ്റേജിനെ പറ്റി, സ്റ്റേജിന്റെ ഡെക്കറിനെ പറ്റി എന്താ അഭിപ്രായം? സ്റ്റേജ് ഇട്ട ആളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്റ്റേജിന്റെ മുതലാളി കേട്ടോ ഈ ഇരിക്കുന്നത്, ബേട്ടറാണ്. നിങ്ങൾ തിരിച്ചു വന്നേരം വിചാരിക്കേണ്ട ഒരു സംഭവമൊക്കെ അവിടെ പോയതല്ലേ? ഇത് ഓരോന്ന് എടുത്ത് ഒഴിവാക്കി. ഇവൻ കച്ചറയാക്കും, ഓരോന്ന് ഒഴിവാക്കും. അല്ല, പിന്നെ നിന്നേരം തന്നെ അവൻ ഓരോന്ന് പ്രശ്നമാണ്. അങ്ങനെ ഓരോന്ന് ഒഴിവാക്കി ലാസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ആണ് സ്റ്റേജ്. ലിയ ഇവൻസ് നന്ദി അല്ലേ? വേണ്ടപ്പെട്ടവർ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാം അല്ലേ? അവള് അങ്ങനെ പിടിച്ചോ അങ്ങനെ കുറച്ച് എന്താ അവിടെ ഭയങ്കര വെയിൽ വരുന്നുണ്ടേ. ഇത് ലിയാന്റെ ഏട്ടന്മാരാട്ടോ. ഇത് മാളുവിന്റെ ആങ്ങള, മാളുവിന്റെ ബ്രദർ. ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഡെയിലി $1000 ആണ് ഇവന്റെ ഇൻകം. ബന്ധപ്പെട്ടാൽ മതി അല്ലേ? ഡെയിലി $1000 നിന്റെ പ്രോഫിറ്റ്. പുറത്തോട്ടില്ല. എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹാളിൻ്റെ അടുത്തുള്ള പുഴവക്കത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് ഇല്ലാത്ത. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളത് വെച്ച് പ്രതീക്ഷയായിട്ട് എന്തൊക്കെയോ എടുത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഇടും. പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാവരും പോയി, ഫുഡേക്ക് തന്നെ എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഞങ്ങളും പോകും. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ബേബി ഫുഡ് കഴിക്കാം. അവനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അമ്മ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളിവിടെ ഇല്ല. അപ്പോൾ ഈ വ്ളോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പോകുന്ന വഴിക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ എനിക്ക് ഇന്ന് തിരിച്ച് പോകണം ബാംഗ്ലൂർക്ക്. ഫോണിലാണെങ്കിൽ 2% ആയുള്ളൂ. അപ്പം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാം. ഓക്കെ. പാപ്പേടിനാണെങ്കിൽ ഇന്ന് ബാംഗ്ലൂർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും വ്ളോഗ് ഇടാം എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ബൈ ബൈ.